അപ്പം നിങ്ങളെ ഈ ഉടമ്പടിയിലുള്ള നിബന്ധനകളില്ലേ, ആ നിബന്ധനകളെ പാലിക്കുമ്പോൾ ആ നിബന്ധനകളുടെ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം കൂട്ടുക എന്നുള്ള ലക്ഷ്യം. ഇപ്പോൾ ഒരു സഹോദരി സാക്ഷ്യം പറഞ്ഞില്ലേ, ആ പത്രം കിട്ടിയപ്പോൾ ഞാൻ മുത്തിക്കൊണ്ടാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞില്ലേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് എന്ത് ചെയ്യണതും പ്രധാനപ്പെട്ട കാര്യമാണ്, ആര് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ത് ചെയ്യണം എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി തൈലം വാങ്ങിച്ചു, ഇന്നാൾ ഒരു ചേട്ടത്തി വന്നായിരുന്നു ഉടമ്പടി തൈലം എലി കൊണ്ടുപോയെന്ന്. വാട്ട് ഈസ് അത്? ഭദ്രമായിട്ട് വെക്കേണ്ടതാണത്. ഇവിടെ വിശുദ്ധ ബലി അർപ്പിച്ച് പരിശുദ്ധ അമ്മ നിന്നിരുന്ന സ്ഥലത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം വിശ്വാസ പ്രഖ്യാപനം ചെയ്തിട്ടാണത് ഓരോ കാര്യവും 2 തവണ ആശീർവദിക്കുന്നത്. അപ്പോൾ അത്രയും ഭവ്യമായിട്ട് തരുമ്പോൾ നമ്മളെ പെട്ടിയിൽ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. വല്ലയിടത്തും കൊണ്ടുപോയി വെളിച്ചെണ്ണ പപ്പടം മറക്കാൻ വെളിച്ചെണ്ണ വെക്കണ പോലെ വെച്ചാൽ പണിയായിരിക്കും. അതാണ് ആര് ചെയ്യുന്നു എന്നുള്ളത്. ആര് ചെയ്യുന്നു എന്നുള്ള വിഷയമാണ്. അനുഭവങ്ങളെല്ലാം അതിനാ ബേസ് ചെയ്താൽ പോണത്. അവരെന്താണ് പത്രം മുത്തിക്കൊണ്ട് വാങ്ങിച്ചത്? എന്താണ്? അമ്മമാതാവിൻ്റെ പത്രമാണെന്ന് അവർക്കറിയാം. അപ്പം അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ എന്താ ചെയ്യണത്? ദൈവസ്നേഹത്തോടെ ചെയ്തതെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം. പത്രം ദൈവസ്നേഹത്തോടെയാണ് വാങ്ങിച്ചത് അല്ലേ? അപ്പോൾ കൊടുക്കണത് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദൈവസ്നേഹത്തോടെ കൊടുക്കണം. പത്രം വാങ്ങിക്കണത് ദൈവസ്നേഹത്തോടെ, പിന്നെ കൊടുക്കണതും ദൈവസ്നേഹത്തോടെ. കാര്യം പത്രത്തിൽ പരസ്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്കറിയാം. എന്താ ഉള്ളത്? ഒരു മാസം മുഴുവൻ ദൈവം ചെയ്ത അത്ഭുത കൃത്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എന്താ ഉള്ളത്? അൾത്താരയിൽ കർത്താവിൻ്റെ വചനങ്ങൾ, പ്രഘോഷിക്കപ്പെട്ട വചനങ്ങൾ മാത്രമേ അതിലുള്ളൂ. ദൈവികമായ കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എനിക്ക് ഭയങ്കര സമ്മർദ്ദങ്ങളാണ് അതിൻ്റെ അകത്ത്. പല ആർട്ടിക്കിൾ, പല അച്ഛന്മാരുടെ ആർട്ടിക്കിൾ, അങ്ങനെ ബുദ്ധിപരമായിട്ടൊന്നും എഴുതി കുത്തിച്ചേർത്തണ പഴഞ്ചാക്കല്ലത്. അത് കറക്റ്റായിട്ട് എന്താണ് കൃപാസന അൾത്താര എന്ത് സംഭവിക്കുന്നു അതാണ് ജനങ്ങളിലേക്ക് പോകുന്നത്. കൃപാസന അൾത്താര സംഭവിക്കുന്ന വിഷയങ്ങളാണ് പത്രത്തിൻ്റെ ഉള്ളടക്കം. കൃപാസന അൾത്താര ദൈവം എന്ത് പറഞ്ഞു, എന്ത് വചനം പ്രഘോഷിക്കപ്പെട്ടു, അത് ബിഷപ്പുമാരായാലും അച്ഛന്മാരായാലും ആരായാലും ബ്രദർമാരായാലും കൃപാസന അൾത്താര എന്ത് വചനം പ്രസംഗിക്കപ്പെട്ടു, കൃപാസന അൾത്താരയിൽ കർത്താവ് എന്ത് അടയാളങ്ങൾ കാണിച്ചു. അമ്മ പ്രത്യക്ഷപ്പെട്ടതല്ല ഇവിടുത്തെ വിഷയം. അതിൻ്റെ സൂചനകളും അടയാളങ്ങളുമാണ് പത്രത്തിലുള്ളത്. അതുകൊണ്ടാണ് പത്രം വെക്കുമ്പോൾ ദൈവസ്നേഹത്തോടെ ആണ് അത് വാങ്ങിക്കേണ്ടതും അതുപോലെ തന്നെ കുടിക്കേണ്ടതും. നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും എന്താണ് നമ്മുടെ ലക്ഷ്യം? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. നിങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കും. ദൈവതിരുസ്നേഹത്തിൽ നിങ്ങളുടെ യോഗ്യത വർദ്ധിപ്പിക്കും. അപ്പോൾ ഉള്ള യോഗ്യതയെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെയൊക്കെ ഒരു ലക്ഷ്യം. അതിനെന്താണ് യോഗ്യത വർദ്ധിപ്പിക്കുന്നത്? ദൈവസ്നേഹം കൂട്ടണം. ഉടമ്പടി ചെയ്യാൻ എന്താണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? അമ്മ വഴി ദൈവസ്നേഹം ഇനിയുള്ള കാലങ്ങളിൽ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഞാൻ ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. പറഞ്ഞ് ഇനിയുള്ള കാലങ്ങളിൽ ഞാൻ എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷ സാക്ഷിയാകും. അറിയുന്നത് എന്താണ് ഉടമ്പടി ആരാധനയിൽ? ഉടമ്പടി ഫീച്ചേഴ്സാണ്, ഉടമ്പടിയുടെ മുഖമുദ്രകൾ. അതിലൊന്നാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എഫേസ്യസ് 2:8, സക്രിയ 4:6. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. ഈ വചനങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ പറഞ്ഞ സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. സക്രിയ 4:6. ഇപ്പോൾ 2 ഉടമ്പടിയുടെ മുഖമുദ്രകൾ കണ്ട്, ഒന്നെന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക അല്ലേ, നമ്മുടെ ആധ്യാത്മിക യോഗ്യത വർദ്ധിപ്പിക്കുക. ആദ്യത്തെ എന്താണ്? നമ്മുടെ മെറിറ്റിലല്ല, യോഗ്യത ദൈവത്തിൻ്റെ ശക്തിയിൽ. മൂന്നാമത്തത് എന്താ ഉടമ്പടിയുടെ മുഖമുദ്ര? ടൈമാണ്. ഇവിടെ 2019 ഏറ്റവും വലിയ വെളിപാട് എന്താണ്? ടൈം വെച്ച് പ്രാർത്ഥിക്കാനാണ്. സമയഘടികാരം നെഞ്ചി ചാർത്തിയാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ സ്വാധീനമുണ്ട്. അത് സഭ ഒരു ഇൻഡിക്കേഷനാണ്. സഭ ഈ വിഷയം പഠിച്ച് ഇതിൻ്റെ സത്യാവസ്ഥകളെ പുറത്ത് കൊണ്ടുവരണം. അതിനാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഇപ്പം ഷാരോണിൻ്റെ സാക്ഷ്യം കേട്ടില്ലേ? ഷാരോൺ ന്യൂസിലൻഡിലെ വിസയ്ക്ക് വേണ്ടി കുറേ ബുദ്ധിമുട്ടി അല്ലേ? അപ്പോൾ കിട്ടത്തില്ല എന്ന അവസ്ഥയായപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, നമുക്ക് അമ്മയുടെ കൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. ജപമാല ചൊല്ലി അമ്മയുടെ കൂടെ യാത്ര ചെയ്യാം. ആ യാത്ര അമ്മയുടെ കൈ പിടിച്ച്, കരം പിടിച്ച്, അമ്മയുടെ കരം ഗ്രഹിച്ച് ജപമാല ചൊല്ലി യാത്ര ചെയ്തപ്പോൾ അമ്മ പറഞ്ഞു ഡേറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. ഉടനെ ഷാരോൻ്റെ അമ്മ അവളോട് തിരിഞ്ഞ് പറഞ്ഞു, ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ, ഡേറ്റ് ഇടുക. ഉടനെ ഡേറ്റ് ഇട്ട്. ജവമാർ റാലിയുടെ ഉള്ളിൽ നടന്ന സംഭവമില്ല, സാക്ഷി നമ്മൾ കേട്ടില്ലേ? ഡേറ്റ് ഇടുക. എന്താ അവൾ ഡേറ്റ് ഇട്ടത്? നവംബർ 26.
ആ നവംബർ 26 ഡേറ്റ് ഇട്ടിരിക്കുകയാണ്. ആർക്ക് കൊടുക്കുന്നത്? പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചിട്ട് പരിശുദ്ധ അമ്മ വഴി സമയം കർത്താവിന് സമർപ്പിക്കും. ഈ ഡേറ്റ് ഇടുന്നത് 6 മാസമേ ആയുള്ളൂ തോന്നണം. ഈ സമയത്തിൻ്റെ മേൽ അമ്മയുടെ അധികാരം ഉണ്ടായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവിക്കുന്നത് അത് ഷാർപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വാഗ്ദാന പേടകമായി മാറും. അപ്പോൾ നമ്മുടെ അനുഗ്രഹത്തിൻ്റെ സമയം നമുക്ക് നിശ്ചയിക്കാനുള്ള അധികാരമായിട്ട് മാറും. അധികാരം ഒരു വിഷയമാണ്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ. ശത്രു എപ്പോഴും നമ്മുടെ സമയത്തെ വെച്ചാണ് നമ്മൾ ആക്രമിക്കുന്നത്. സമയം ചിലപ്പോൾ ശത്രുവിൻ്റെ ശക്തി കൂടിയായിട്ട് വരും. അതുകൊണ്ടാണ് ലൂക്ക 10:19 പറയണത്, ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ഒന്ന് പറഞ്ഞേ, ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു.